നമസ്കാരം. രാഷ്ട്രത്തലവന്മാർ യുദ്ധവിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സായുധ സേനകൾക്ക് അവർ രാഷ്ട്രം നൽകുന്ന പിന്തുണയുടെ ഒരു പ്രതിഫലനം എന്ന തരത്തിലാണ് അത്തരം നടപടികൾ ഉണ്ടാകാറുള്ളത്. ഞാൻ ചില നേതാക്കളുടെ പേര് വായിക്കാം. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ്, നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇവരൊക്കെ യുദ്ധവിമാനങ്ങളിൽ യാത്ര ചെയ്ത നേതാക്കളുടെ പേരുവിവര പട്ടികയാണ് ഇത്. ഞാൻ ചുരുക്കം ചിലരുടെ പറഞ്ഞുള്ളൂ, ഇതിലും കൂടുതലുണ്ട്. മറ്റു പല രാഷ്ട്ര നേതാക്കളും ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ നരേന്ദ്രമോദി നടത്തിയ യുദ്ധവിമാനത്തിലെ യാത്ര അത് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം സഞ്ചരിച്ചത് ഇന്ത്യൻ നിർമ്മിത തേജസ് യുദ്ധവിമാനത്തിലാണ്. അപ്പോൾ അതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വിമാനയാത്ര നടന്നത് 2023 നവംബർ 25-ന്. അതിന് കാരണം നരേന്ദ്രമോദി അന്ന് കർണാടകയിലെ ബംഗളൂരുവിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഈ പ്ലാന്റിൽ ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തി. ഈ സമയത്താണ് ഈ വിമാനം പറത്താനായിട്ട് പോയത്. അപ്പോൾ ഈ യുദ്ധവിമാനം പറത്തിയതോടുകൂടി നരേന്ദ്രമോദിക്ക് ഒരു റെക്കോർഡും കൈകിട്ടി. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഒരു യുദ്ധവിമാനത്തിൽ പറക്കുന്നത്. അപ്പോൾ ഇതല്ല ഇതിൻ്റെ കൗതുകം, അത് പുറകെ വരുന്നുണ്ട്. അദ്ദേഹം പറത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം യാത്ര ചെയ്തത് ഒരു 2 സീറ്റുള്ള ഒരു ട്രെയിനർ എയർക്രാഫ്റ്റ് ആണ്, പരിശീലന വിമാനം. LCA തേജസ്, നമ്മുടെ സൈന്യത്തിൽ ചേർന്ന ആദ്യ ബാച്ചിലുള്ള തേജസ് വിമാനങ്ങളിൽ ഒന്ന്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ദേബരഞ്ജൻ മണ്ഡൽ, അദ്ദേഹമാണ് വിമാനം പറത്തിയത്. മോദി അതിനൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഒലിവ് പച്ച നിറത്തിൽ ഒരു സ്യൂട്ട് എന്നാണ് അറിയപ്പെടുക, ആ വേഷമൊക്കെ ധരിച്ച് അദ്ദേഹം ആ വിമാനത്തിൽ യാത്ര ചെയ്ത ദൃശ്യങ്ങൾ, ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ആ ഒരു 30 മിനിറ്റോളം അദ്ദേഹം ആ വിമാനത്തിൽ യാത്ര ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളും മറ്റും ഒക്കെ വരികയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു: തേജസ്സിലെ യാത്ര അവിശ്വസനീയമാംവിധം സവിശേഷമായ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ തദ്ദേശീയമായ കഴിവുകളിലുള്ള എൻ്റെ ആത്മവിശ്വാസം ഇത് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. നമ്മുടെ ദേശീയ ശേഷിയെക്കുറിച്ച് ഒരു പുതിയ അഭിമാനബോധവും ശുഭാപ്തി വിശ്വാസവും ഈ യാത്ര എനിക്ക് സമ്മാനിച്ചു എന്നാണ് അദ്ദേഹം ആ പോസ്റ്റിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനിയാണ് ഇതിലെ ഹൈലൈറ്റ് പറയുന്നത്. എന്താണ് ആ യാത്രയുടെ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലുണ്ടായിരുന്ന ഔദ്യോഗിക സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ആ യാത്ര നടത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് മുൻ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെ, അദ്ദേഹമാണ് ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ ഇന്ത്യയിലെ VVIPകൾക്ക് വേണ്ടിയിട്ടൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഇന്ത്യയിലെ ബ്ലൂ ബുക്ക് എന്നാണ് അറിയപ്പെടുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ബ്ലൂ ബുക്ക്. അതുപ്രകാരം പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രപതി അല്ലെങ്കിൽ അതേപോലെയുള്ള VVIP പരിഗണന കിട്ടേണ്ട ആൾക്കാർ എല്ലാവരും തന്നെ ഇരട്ട എഞ്ചിനുള്ള വിമാനങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം, ഒരു എഞ്ചിൻ പരാജയപ്പെട്ടാലും രണ്ടാമത്തെ എഞ്ചിൻ ഉപയോഗിച്ച് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒറ്റ എഞ്ചിൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം, ഇപ്പോൾ ആ വിമാനങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഈ സീറ്റ് എജക്ഷൻ ടെക്നോളജിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് പൈലറ്റുമാർ ഉറപ്പായിട്ട് സുരക്ഷിതമായി ലാൻഡ് ചെയ്യും. പക്ഷേ ഈ VVIPകൾക്ക് അതിനുള്ള കൃത്യമായ പരിശീലനമോ മറ്റോ കിട്ടണമെന്നില്ല. അപ്പോൾ അവർ ഒരു അടിയന്തര ഘട്ടത്തിൽ സീറ്റ് എജക്ഷൻ നടത്തിയാലും സുരക്ഷിതമായി ആ ലാൻഡിങ് നടക്കും എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഒറ്റ എഞ്ചിനുള്ള വിമാനങ്ങളിൽ ഇവർ യാത്ര ചെയ്യരുത് എന്ന് പറയുന്നത്. ഇപ്പം തേജസ് ഒരു ഒറ്റ എഞ്ചിൻ വിമാനമാണ്. പ്രധാനമന്ത്രി ഇതിൽ പറക്കുന്നതിനെതിരെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG അല്ലെങ്കിൽ മറ്റു സുരക്ഷാ ഏജൻസികളുമെല്ലാം തന്നെ വലിയ ആശങ്ക രേഖപ്പെടുത്തുകയും അത്തരത്തിലുള്ളൊരു യാത്രാ അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സുരക്ഷാ ഏജൻസികളുടെ ഔദ്യോഗിക വിലക്കുകൾ മറികടന്നുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വന്തം തദ്ദേശീയ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ ശാസ്ത്രജ്ഞരിലും തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ഈ യാത്രയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയിലാണ് ആ യാത്ര നടന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം, പ്രതിരോധ മേഖലയ്ക്കും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും വലിയ തോതിൽ ആത്മവിശ്വാസം നൽകാനാണ് അദ്ദേഹം ഈ സുരക്ഷാ റിസ്ക് സ്വയം ഏറ്റെടുത്തത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഒരു സുരക്ഷാ റിസ്ക് എടുത്ത് സ്വന്തം യുദ്ധവിമാനത്തിൽ പറന്നത് ആഗോള പ്രതിരോധ വിപണിയിൽ വലിയ വാർത്തയാവുകയും ചെയ്തു. ഇത് തേജസിൻ്റെ സുരക്ഷയിലും സാങ്കേതിക വിദ്യയിലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിശ്വാസ്യത നേടിയെടുക്കാനും കാരണമായി. അപ്പോൾ ഇതിന് പിന്നാലെ
ഈജിപ്റ്റ്, അർജന്റീന, ഫിലിപ്പീൻസ്, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യ സ്വന്തം നിലയിലും തേജസിന്റെ നടപടികളുമായിട്ട് വളരെ മുന്നോട്ട് പോയി. അതിനുശേഷം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ട് 97 അധിക തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ഭീമൻ കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. മൊത്തം 62,000 കോടി രൂപയുടെ ഈ പുതിയ കരാറോടെ വ്യോമസേനയുടെ ഭാഗമാകാനുള്ള തേജസ് വിമാനങ്ങളുടെ എണ്ണം 220 ഉയരുകയും ചെയ്തു. ഇത് വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തദ്ദേശീയ പ്രതിരോധ കരാറുകളിൽ ഒന്നും കൂടിയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും വലിയ രീതിയിൽ നടപടികളെടുത്തു. അവരുടെ വിമാന നിർമ്മാണ ശേഷി വേഗത്തിലാകാനും നടപടിയുണ്ടായി. ബംഗളൂരുവിലെ 2 നിർമ്മാണ ലൈനുകൾക്ക് പുറമെ നാസിക്കിൽ ഒരു പുതിയ പ്രൊഡക്ഷൻ ലൈൻ കൂടി അവർ സജ്ജമാക്കി. ഇതോടെ പ്രതിവർഷം 8 വിമാനങ്ങൾ നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് വർഷത്തിൽ 24 വരെ എന്ന തരത്തിൽ അവരുടെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നടപടിയെടുത്തു. തേജസിന്റെ അടുത്ത തലമുറയും കൂടുതൽ ശേഷിയുള്ളതുമായ തേജസ് മാർക്ക് 2 വിമാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാകാനും നരേന്ദ്രമോദിയുടെ ഈ ഒരു നടപടി കാരണമായി. ഇതിന്റെ വികസനത്തിനായിട്ട് സർക്കാർ ഇതുവരെ ഏതാണ്ട് 9,000 കോടി രൂപ വേഗത്തിൽ അനുവദിച്ചിട്ടുമുണ്ട്. തേജസ് വിമാനങ്ങൾക്ക് കരുത്തു പകരുന്ന ജനറൽ ഇലക്ട്രിക്, അതായത് GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ എഞ്ചിനുകൾക്ക് ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് US കമ്പനി ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കമുള്ള നടപടികളുമായിട്ട് ചർച്ചകൾക്ക് സന്നദ്ധമാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ തേജസ് മാർക്ക് 1 അല്ലെങ്കിൽ തേജസ് വിമാനങ്ങൾക്ക് ഒരു എഞ്ചിൻ എന്നുള്ളതാണല്ലോ. ഇന്ത്യയുടെ മൊത്തം യുദ്ധവിമാനങ്ങൾ നോക്കുമ്പോൾ ഏറിയ പങ്കും ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനങ്ങളാണ്. പക്ഷേ അതിന് ഇതേപോലെയുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു അപകടം പറ്റിയാൽ പൈലറ്റ് സുരക്ഷിതമായി, അല്ലെങ്കിൽ ആ വിമാനത്തിൻ്റെ അപകട സാധ്യത കൂടുതലാണ്. കാരണം ഒരു എഞ്ചിൻ അത് തകരാറ് പറ്റിയാൽ എന്ത് സംഭവിക്കാം. പൈലറ്റിന് സേഫ്റ്റി ഇജക്ഷൻ നടത്തിയാൽ അത് ഒരു പരിധിവരെ കുറയ്ക്കാമെന്ന് മാത്രം. പക്ഷേ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ? അവർ ഏറിയ പങ്കും ഇരട്ട എഞ്ചിനുള്ള വിമാനങ്ങളാണ് സജ്ജമാക്കുന്നത്. അതിന് കൃത്യമായ കാരണവുമുണ്ട്. അതായത് റഷ്യ എന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ്. സൈബീരിയ പോലെയുള്ള കഠിനമായ തണുപ്പുള്ള വിജനമായ മേഖലകളിലൂടെ, അതിൻ്റെ മുകളിലൂടെ റഷ്യൻ പൈലറ്റുമാർക്ക് പലപ്പോഴും പറക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ ഒരു സിംഗിൾ എഞ്ചിൻ തകരാറിലായാൽ ആ പൈലറ്റ് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇരട്ട എഞ്ചിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ ആയിട്ടാണ്. അപ്പോൾ ഒരു എഞ്ചിൻ തകരാറിലായാലും മറ്റേ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് അവർക്ക് സുരക്ഷിതമായി ഏതാണോ ബേസിൽ അവിടെ ഒന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ റഷ്യൻ വ്യോമസേന സിദ്ധാന്തം തന്നെ, അവരുടെ യുദ്ധതന്ത്രം തന്നെ ഒന്ന് വേറെയാണ്. പരമാവധി വേഗതയിൽ പരമാവധി ശൗര്യത്തിൽ നേർക്ക് നേർ പോരാടുക എന്നുള്ളതാണ്. ഇപ്പോൾ 2 എഞ്ചിൻ ഒരേ സമയം പ്രവർത്തിക്കുന്ന വിമാനമായതുകൊണ്ട് തന്നെ എത്ര വലിയ റിസ്ക് എടുക്കാനും ആ പൈലറ്റ് സന്നദ്ധമാകും. അല്ലെങ്കിൽ ഏത് അതിവേഗതയിലും കുതിച്ചു പായുന്നതിനോ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിനോ എത്ര വലിയ സാഹസിക ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിനോ ഒരു ഉൾക്കരുത്ത് ആ സേനയ്ക്ക് കിട്ടും എന്നുള്ളത് കൂടി അവരെ അതിന് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയിലിറങ്ങുന്ന അമേരിക്കൻ F-35 അടക്കമുള്ള വിമാനങ്ങൾക്കും ഒറ്റ എഞ്ചിനാണ്, അത് പര്യാപ്തമാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഇരട്ട എഞ്ചിൻ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ഗുണം, കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ ആ വിമാനങ്ങൾക്ക് സാധിക്കും. കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റിയ ഇന്ധനം കരുതലായിട്ട് സൂക്ഷിക്കാനൊക്കെ പറ്റും. ഇങ്ങനെ ചില സവിശേഷതകളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, തേജസിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത ആ ഒരു വലിയ റിസ്ക്, ഒറ്റ എഞ്ചിനാണ് എന്നിട്ട് പോലും സുരക്ഷാ ഏജൻസികൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ സാഹസിക വിമാനയാത്ര, അത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ ആ ഒരു രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ രാഷ്ട്രത്തലവന്മാർ നടത്തുന്ന ഇത്തരം ചില ഇടപെടലുകൾ, അല്ലെങ്കിൽ ഇത്തരം ചില നയരൂപീകരണങ്ങൾ നമ്മുടെ മൊത്തത്തിലുള്ള അതുവരെയുള്ള നടപടിക്രമങ്ങളെ, അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള പ്രയാണത്തിനെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ തെളിവ് കൂടിയാണ് ഈ സംഭവം.